ഞാനിന്ന് ഭഗവത്ഗീത തുറന്നപ്പോഴേ ഒരു വചനം വന്ന് അപ്പം നിങ്ങളോട് പറയട്ടെ ചക്കരകളെ, എന്താണെന്നൊരു മനസ്സിന് സന്തോഷം തോന്നി അത് കണ്ടപ്പം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന വാക്കുകൾ, ഈ അതിരഹസ്യമായ ഉപദേശത്തെ യാതൊരുവൻ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നുവോ അവൻ ഈശ്വരനായ എന്നിൽ ഉത്കൃഷ്ട ഭക്തിയെ വളർത്തി എന്നെ തന്നെ പ്രാപിക്കും. ഈ വിഷയത്തിൽ സംശയലേശം പോലും വേണ്ട. എൻ്റെ ഭക്തന്മാർക്ക് ഗീതാശാസ്ത്രം ഉപദേശിക്കുന്നവനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം ചെയ്യുന്നവനായി മനുഷ്യരിൽ ആരുമില്ല തന്നെ. എനിക്ക് അവനേക്കാൾ പ്രിയപ്പെട്ടവനായും ഭൂമിയിൽ മറ്റൊരുവൻ ഭാവിയിലുണ്ടാവുകയില്ല. ഞാനിത് പറഞ്ഞു തരുന്നത് ചുമ്മാ ആണ്, ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു ഭഗവത്ഗീതയുടെ വചനമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്ഥിരം അത് പറയുമ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ നിരന്തരം ഡെയിലി എടുക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പോസിറ്റീവ് വൈബ് ഉണ്ടാകട്ടെ. അത് എനിക്കും കൂടെ എന്നിലേക്കും അത് പ്രസരിക്കും, ഈ ഭൂമിയിലേക്ക് അത് പ്രസരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് കേട്ടാ. കണ്ട ഭഗവാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത് ഉപദേശിക്കുന്ന അവനേക്കാൾ പ്രിയപ്പെട്ടവനായി ഭൂമിയിൽ മറ്റൊരാളുണ്ടാവില്ലെന്ന്. അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഉള്ളത് കൊണ്ടാണ് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്, ഭഗവത്ഗീത വിശ്വസിക്കുന്നത് കൊണ്ട്. ധർമ്മത്തെ പ്രതിപാദിക്കുന്നതും നമ്മൾ രണ്ടുപേരും തമ്മിൽ നടന്നതുമായ ഈ സംവാദത്തെ യാതൊരുവൻ പഠിക്കുമോ അവനാൽ ജ്ഞാനയജ്ഞം കൊണ്ട് ആരാധിക്കപ്പെട്ടവനായി തീരും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ശ്രദ്ധയോടുകൂടിയവനും അസൂയയില്ലാത്തവരുമായ യാതൊരു മനുഷ്യൻ ഈ ഉപദേശത്തെ കേൾക്കുകയെങ്കിലും ചെയ്താൽ അവനും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്വർഗലോകാദികളെ പ്രാപിക്കും. മനസ്സിലായ? ഇത് കേൾക്കുകയെങ്കിലും ചെയ്താൽ, ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, വീട് പണിയൊന്നുമില്ല, അവർക്ക് അത് കേൾക്കാനുള്ള യോഗമില്ല, അതിനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാണ് ഇത് കേൾക്കണമെങ്കിൽ തന്നെ ഒരു പുണ്യം ഉണ്ടായിരിക്കണം. കണ്ട, ഇത് കേൾക്കുകയെങ്കിലും ചെയ്താൽ, ഏതെങ്കിലും കാരണവശാൽ ഇതൊന്ന് കേൾക്കുകയെങ്കിലും ചെയ്താൽ പുണ്യലോകത്ത് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പുണ്യലോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടം തന്നെ എല്ലാം പറയും, ഇവിടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇതാണ് ഇന്ന് പറയാനുള്ളത്. പള്ളി പെരുന്നാളിന് പോയപ്പോൾ അളപ്പിച്ചോണ്ട് വന്നത് ചക്കരകളെ. എല്ലാവരും പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉഴപ്പൊക്കെ തുടങ്ങി എല്ലാവരും. എല്ലാവരും ചിലരൊക്കെ എൻ്റെ ചോദിക്കുന്നുണ്ട്, സുഖമായി ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന്. ബിസിയായി പോകുന്നുണ്ട്, അത് വേറൊരു കാര്യം. ബിസിയായി പോകുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പ്രാർത്ഥനകളൊന്നും എത്ര ബിസിയാണെങ്കിലും ഞാൻ മുടക്കത്തില്ല കേട്ടാ. ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിക്കുന്നത് മുടക്കത്തില്ല, അത് കഴിഞ്ഞ് ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് മുടക്കത്തില്ല. എൻ്റെ ദിനചര്യകളിലൊന്നും ഇത്രയും ബിസി ഷെഡ്യൂൾഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര, ഞാൻ രാവിലെ എനിക്ക് എല്ലാ സമയം, ചിലപ്പോൾ ഈ മാരേജ് ബ്യൂറിലൊക്കെ എല്ലാ സമയം അവൈലബിളായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് കഴിച്ച പിന്നെ അനുമോൾ എല്ലാത്തിനും അമ്മ നിന്ന് ഒരു ടൈം വെക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ടൈം വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ പരാതിയുണ്ട്, ചിലർക്ക് എല്ലാവരുടെയും പരാതി തീർത്ത് ജീവിക്കാനും നമുക്ക് പറ്റത്തില്ലല്ലോ, എല്ലായിടവും എത്താൻ. പക്ഷെ ഞാൻ എത്തിയില്ല, ആ കാര്യം മുടങ്ങി കിടക്കുന്നതും കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് എനർജി കയറ്റും ഞാൻ. അങ്ങനെയാണ്. ഇത് പള്ളിയിൽ നിന്ന് ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നു. ഞാൻ പോകാറായി തീരാറായി. പിന്നെ എന്തുണ്ട് ചക്കരകൾ വിശേഷം? ചോറും കറിയൊക്കെ അമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന സ്മെല്ലടിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചാൽ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എനിക്ക് പറയാനുള്ളത്, രാവിലെ അതിരാവിലെ മുടക്കരുത്. ഇപ്പം ഞാൻ വീടൊന്ന് ഒതുക്കാനുള്ള, ഇപ്പോൾ ഈ വീട് കണ്ടപ്പോഴേ, നമ്മൾ എത്ര വീട് ഒതുക്കി വെച്ചാലും ചക്കരകളെ, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ഈ വീടിനകത്ത് എങ്ങനെ പോയാലും കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ വീട് ഒതുക്കുന്ന പാത്രങ്ങൾ, പാത്രങ്ങളൊക്കെ എല്ലാം ഇരിക്കേണ്ടടുത്ത് ഇരുത്തില്ലെങ്കിൽ അനാവശ്യമായ അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ ആഴ്ച ഓർഡർ ആക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് എനിക്ക് ബാത്റൂം കഴുകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ബാത്റൂമൊക്കെ നല്ല ക്ലീനാക്കി കഴിയണമെന്ന് ഓർത്ത് എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോവുകയാണ് ഞാൻ. പിന്നെ പൂജാമുറിയുടെ അവിടെ എല്ലാം കൺജസ്റ്റഡായിട്ട് കിടക്കുന്നു. അപ്പം അവിടെയും ഒന്ന് ശരിയാക്കണം. ചന്ദനത്തിരിയൊക്കെ കത്തിച്ചതിൻ്റെ അതും ഇതൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന്, ചാരമൊക്കെ അവിടെ കിടന്ന്, തീപ്പെട്ടി കൊള്ളി ഒലിച്ചൊക്കെ അവിടെ വേസ്റ്റിൽ കിടപ്പുണ്ട്, അതെല്ലാം എടുത്ത് മാറ്റി അങ്ങനെ എല്ലാം സെറ്റാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് ചക്കരകളെ. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. പിന്നെ ഇതിനകത്ത് ഞാൻ ജോലിയുടെ ഇതെന്ന് പറഞ്ഞില്ലേ,
ജോലിയുടെ ബോബൻ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇരുന്ന് സൗദിയിൽ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനത് ഗ്രൂപ്പ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ബോബനാണ് അവിടെ നിന്ന് വേക്കൻസിയൊക്കെ അതിനകത്ത് ഇടുന്നത്. ബോബൻ അവിടെ മാൻ പവർ സർവീസ്, ബോബൻ്റെ കൂടെയുള്ള അറബി മാൻ പവർ സർവീസ് നടത്തുന്നതാണ്. അയാളാണ് ഇത് നമുക്ക് തരുന്നത്. അങ്ങനെയാണ് ഇതെടുത്തിടുന്നത് കേട്ടോ. അപ്പം അല്ലാതെ വല്ലെടുത്തൊന്നും ചുമ്മാ എടുത്തോണ്ട് തരുന്നതല്ല, ഇതൊക്കെ ജോലിയായിട്ടുള്ളതാണ്. അതവർ ഇൻ്റർവ്യൂ ചെയ്ത് തന്നെ ആളെ എടുക്കും. വേറെ പിന്നെ ഇത് നിങ്ങൾ എന്താണ് ചോദിച്ചുകൊണ്ടാണ് അത് വിശദമായിട്ട് പറയാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓരോരുത്തർ ഇതിനകത്ത് തന്നെ കയറി അതിനകത്ത് വരുന്നുണ്ടല്ലോ, അവർ മനസ്സിലാക്കിയിരിക്കാൻ പറയുകയാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും. ഓരോരുത്തരും ഓരോ ജോലിയൊക്കെ തുടങ്ങുന്നുണ്ട്. അത് ഞാൻ 100% പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്ര പേരെന്നറിയോ ഓരോരോ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ തുടങ്ങുന്നു. ഒരാൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വട്ടയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് പല പല കടകളിൽ ഓർഡർ പിടിച്ചു. പിന്നെ ഒരു ദിവസം 100 എണ്ണം വെച്ച് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതേ ഉണ്ടാക്കാൻ പറ്റുന്നത് വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. 100 വട്ടയപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ ഇടിയപ്പം ചെമ്പ് മേടിച്ചൊക്കെ എന്നെ കാണിച്ചു തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം അത് കണ്ടിട്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തർ, പിന്നെ ഒരു ആൾ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ കണ്ട വെറുതെ ഇരുന്നവരെല്ലാം ഓരോ പരിപാടികളുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇനി മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മളോട് വയസ്സാണ് എന്ന് പറഞ്ഞവരോട് പോയി പണി നോക്കാൻ പറയണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് കാണിക്കണം കേട്ടോ. നമ്മുടെ അത്രയും നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് പിള്ളേർ വെറുതെ തെക്കുവടക്ക് നടക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവും കളിച്ച് അത് കളിച്ച് ഇത് കളിച്ച് വെറുതെ പാഴ്വേലായിട്ട് നടക്കുന്നുണ്ട്. ഒരു പണിയും ചെയ്യാൻ കഴിയാത്ത കുറേ മടിയനും മടിച്ചുകളുള്ള കാലമാണിത്. നമ്മൾ പൈസ ഉണ്ടാക്കി കാണിച്ചു. ഈ വയസ്സാം കാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, സ്വന്തം നിലയിൽ പണം ഉണ്ടാക്കുന്നു, റിസ്ക് ഏറ്റെടുക്കണം. പണം ഉണ്ടാക്കി നമ്മൾ ജീവിക്കുന്നവരെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് കുറേ പേര് അങ്ങനെ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട്. ചില ചെറുതായിട്ട് കുറച്ച് തുണിയൊക്കെ എടുത്ത് ബുട്ടിക്ക് തുടങ്ങിയെന്ന് ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടം ചെയ്യുന്ന ചിലർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി പാർലർ തുടങ്ങി, ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി എന്നെ കാണിച്ചു തന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ചിലർ ഇത് മൈക്രോ ബ്ലേഡിങ് പഠിക്കുന്ന എവിടെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. അതെനിക്കും കൃത്യമായി അറിയത്തില്ല. അത് ഞാൻ ചോദിച്ചിട്ടൊക്കെ കൃത്യമായി പറഞ്ഞുതരാം. അത് ചോദിച്ച് അപ്പോൾ അതൊക്കെ ഭയങ്കര ഹോസ്പിറ്റലുള്ളതെന്ന് തോന്നുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വലിയ നല്ല കാര്യം, സ്പെഷ്യലായിട്ട് പഠിക്കണം. ഇതൊക്കെ നല്ല കാര്യമാണ്. ആരും വെറുതെ ഇരിക്കലും. നമുക്ക് എല്ലാവരും എൻ്റെ അടുത്ത് വരുന്ന കംപ്ലീറ്റ് പേർക്കും പണമാണ് ഒരു പ്രശ്നം. പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പടിപടിയെ നമ്മുടെ വീട് സമാധാനമായിട്ടിരിക്കണം. ആദ്യം തന്നെ വീട്ടിലുള്ളവർ സമാധാനത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചിന്തകൾ കറക്റ്റ് ആകത്തുള്ളൂ. വീട്ടിലൊരു വഴക്ക് വിട്ട് പിണങ്ങി അല്ലെ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യണം പരാതിപ്പെട്ടിയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയിൽ നല്ല ചിന്ത പോലും വരത്തില്ല. അതിരാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഒരു പണിയും നമ്മുടെ കൺമുന്നിൽ ചെയ്യാതെ കിടക്കരുത്. അത് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അയ്യോ അത് ചെയ്തില്ലല്ലോ, അതവിടെ അങ്ങനെ കിടക്കുവാണല്ലോ ഓർത്ത്. അപ്പോൾ എന്തൊക്കെ വീട്ടിലുണ്ടോ അതെല്ലാം ക്രമീകരിച്ച് ക്ലിയറാക്കി വെച്ച് ഓർഡറാക്കി വെച്ച് തന്നെ നിങ്ങൾ ഇറങ്ങണം. രാവിലെ തന്നെ നിങ്ങളുടെ ചിന്തിക്കണം എന്ത് ചെയ്യണം എന്ന്. സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യം സോപ്പൊക്കെ ഉണ്ടാക്കി എന്നെ കാണിക്കുകയാണ് സിംഗുമായത്. എല്ലാവരും ഇന്നത്തെ കാലത്ത് എടുക്കും. എല്ലാവർക്കും അറിയാം ആർക്കെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ കാണുന്ന നിങ്ങളെല്ലാവരും എന്തെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ വാതിക്കലോ ഇങ്ങോട്ടൊരു ലോഷൻ കൊണ്ടുവന്നാൽ പോലും അതെടുക്കണം. നന്ദു ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോടൊരു ചേച്ചി പറഞ്ഞേ, മോളെ എനിക്ക് 65 വയസ്സുണ്ട്, ഞാൻ ആരോഗ്യവതിയൊക്കെയാണ്, പക്ഷെ 65 വയസ്സുണ്ട്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അങ്ങനെ പുള്ളിക്കാരി ഒരു ചിട്ടി തുടങ്ങി. ഞാൻ പറഞ്ഞു തുടങ്ങ്, വെറുതെ നമുക്ക് കുറേ ആൾക്കാരെ കിട്ടുമല്ലോ. അവരുടെ കുറേ ആൾക്കാരുണ്ടെന്ന് പറയാം, ആൾക്കാരെ കിട്ടുമല്ലോ. 65 വയസ്സുള്ള ചേച്ചി ചെട്ടി തുടങ്ങി. ആദ്യം 1 ലക്ഷത്തിൻ്റെ കണ്ട വെച്ച്. അപ്പോൾ അവർക്ക് കുറേ ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. കുറേ പൈസ ഉള്ളവരൊക്കെ തന്നെ അവർ ഒരു പൈസ എന്തിനാണെന്ന് പറയാം, കുറേ ആളോട്ട് കൂട്ടുകൂടാൻ പറ്റും, പരസ്പരം ഒന്ന് കാണാൻ പറ്റും. പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടി ഗ്യാങ്ങായിട്ട് നടക്കാൻ പോകുന്നു, ഒരു ടൂറിന് പോകുന്നു, പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ മക്കളൊക്കെ മാറിപ്പോയാലും നമുക്ക് ഒരു ബോറടി ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടുന്ന, അവൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. കൂട്ടുകാരെല്ലാം എല്ലാ കൂട്ടുകാരും ഒരു ദിവസം കൂടി ആ കൂട്ടുകാരുടെ വീട്ടിൽ പോയി. ഓരോരുത്തരും ഓരോ കറികൾ എടുത്തോണ്ടാണ് പോയത്. അവർ ചോറ് മാത്രം വെച്ച്, എന്നിട്ട് ആ ചോറുമായിട്ട് പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി 5-8 കൂട്ടുകാരുണ്ട്. അവർ 8 പേരും 8 സൈസ് കറികളുമായിട്ട് അവളെ കാണാൻ ചെന്ന്. എന്നിട്ട് ഒരുമിച്ചിരുന്ന് ചോറ് വിളമ്പി ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് എല്ലാ കറികളും കൂട്ടിയ ഒരു ചോറുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കൂട്ടുകെട്ടുകളാണ്. അപ്പം നമ്മൾ ബോറടിക്കാതിരിക്കാൻ, നമുക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കാൻ ഇതിലും വലിയൊരു മാർഗം വേറെന്തുണ്ട്? അപ്പോൾ അതൊക്കെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അപ്പം എനിക്കും തോന്നി അങ്ങനെ അവിടെ ഇട്ട് പോകണമെന്ന് എനിക്കും തോന്നി. ആ കൂട്ടത്തിൽ എനിക്കും കൂടണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലിയിൽ പോയില്ല, അവിടെ ചെന്നപ്പോഴും അവരൊരു കൂട്ടായ്മ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതൊക്കെ പിന്നെ അവിടെയൊക്കെ ചെന്നപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ എങ്ങും ഒരു അഴുക്കില്ല, എങ്ങും ഒരു അഴുക്കുണ്ടാകരുത്. എങ്കിൽ എല്ലായിടും ഒരു അടുക്കും ചിട്ടയും ക്ലീനും ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ വേറൊരു വീട്ടിലും ചെന്നു, അവർക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നവും ബുദ്ധിമുട്ടും കടവും ഇല്ല. ദൈവം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യം അറിയാം, ഒഴിഞ്ഞ കുപ്പികൾ വീടിൻ്റെ അവിടെ ഇവിടെ ജനലും അവിടെ ഇവിടെയില്ല ഇഷ്ടം പോലെ, മാസങ്ങളായ കർട്ടൻ കഴുകാത്തത്. ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ചെട്ടിയാമ്പല പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ തുണികളെല്ലാം ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഞാൻ ആളെ വെച്ച് ചെയ്യിപ്പിക്കും, എനിക്ക് വൃത്തിയായിട്ടിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയാമോ, നമ്മൾ തന്നെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ വേറെ ആളെ വെക്കുന്നത്. തുണി മടക്കാനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഞാൻ ചിലപ്പോൾ ആളെ വെക്കും. അപ്പോൾ ഞാൻ കാരണം എനിക്ക് ആളുണ്ട്, പക്ഷേ എങ്കിൽ അതങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മളതും ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചാൽ അവരും ചെയ്യത്തില്ല, വരുന്നവരും ചെയ്യത്തില്ല. എന്നാൽ പാചകം ചെയ്ത് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകും. ഇത് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. എനിക്ക് നമ്മൾ നോക്കുന്നിടത്തെല്ലാം ഓർഡറായിട്ടിരിക്കണം. ഇപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ വീട് മുഴുവൻ അവർക്ക് വേറെ കടവും പ്രശ്നമില്ല, പാത്രങ്ങളും പൊട്ടി ഇതും കഴുകാനോടെ കൂട്ടിയിട്ടിരിക്കുന്നു, പ്ലാസ്റ്റിക് കവറിൽ കൂടി കിടക്കുന്ന തുണികളെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് കട്ടിലിലും അവിടെ ഇവിടെ എല്ലാം കിടക്കുവാണ്. ഷെൽഫുകളിലെല്ലാം ഇങ്ങനെ തുണികളെല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നത്, ഇതെല്ലാം മടക്കി ഓർഡർ വെക്കാൻ. അത് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ തുണിയെല്ലാം എടുത്തിട്ട് കത്തിച്ച് കളയാൻ പറഞ്ഞു, എന്നിട്ട് പുതിയത് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എല്ലാം എൻ്റെ അത് നമ്മൾ ചിരിക്കുന്നു. അവർക്ക് മനസ്സിലായിരിക്കും ദേഷ്യം വന്നിട്ടാണെന്ന്. അപ്പം നമ്മുടെ റിലേഷൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പം എന്നിട്ട് കടവാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അവിടേക്ക് നിലവിളക്കൊക്കെ തേച്ചിട്ട് മാസങ്ങളായി, പച്ച എണ്ണ. അപ്പം അവിടെ അങ്ങനെ സമാധാനം ഉണ്ടാവും, അവിടെ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ തീരും. നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് കുറേ ചെരുപ്പുകൾ ഇങ്ങനെ കൂട്ടി വെക്കരുത്, പൊട്ടത്. അതുപോലെ ഒരു ചെരുപ്പിൻ്റെ അടുത്തുനിന്ന് ആ ചെരുപ്പിൻ്റെ പേര് വേറെ സ്ഥലത്ത് പോയി കിടക്കരുത്, എല്ലാം ഒരുമിച്ച് അടുക്കി തന്നെ വെക്കണം. ഞാൻ എൻ്റെ ചെറുതിലെ മുതൽ എൻ്റെ പിള്ളേരെ ആ ഓർഡറിൽ പഠിപ്പിച്ചുകൊണ്ട് പിള്ളേർ രണ്ടുപേരും അത് ചെയ്യും. ഞാനിപ്പോൾ ഉഴപ്പാണ്, പക്ഷേ ഞാൻ 100 കാര്യങ്ങൾ എൻ്റെ തല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതേസമയം അമ്മക്കുട്ടനും അനുമോളും നല്ലപോലെ കൃത്യമായിട്ട് അമ്മ ഇവിടെ ഞാനാണ് ഇവിടെ വീട് അഴുക്കാക്കുന്നത്. അമ്മ അപ്പം തന്നെ ബഹളം ഉണ്ടാക്കും. ഞാൻ എന്താണെന്ന് വെച്ചാലേ എനിക്ക് സമയമില്ല, ചോറ് ഇപ്പം തിന്നിട്ട് പാത്രം കഴിയുമ്പോൾ വെറുതെ അവിടെ നിന്ന് വെച്ചിട്ട് പോകും. അതല്ല, ആ വെള്ളം പോയതിനു ശേഷം അവിടെ ആ പാത്രം വെക്കേണ്ട സ്ഥലത്ത് വെക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകത്തുള്ളേ. നമ്മളിരിക്കുന്ന വീട്ട് അലങ്കോലമായി കൂറ വരണ്ട് ചെട്ടിയാമ്പലയും പിടിച്ച് മാസങ്ങളായ ഒഴിഞ്ഞ അച്ചാറ് മേടിച്ച കുപ്പികളും പിന്നെ പാൽ കവറുകളും അതും ഇതും എല്ലാം അവിടെ ഇവിടെ എല്ലാം കിടക്കണം. ഓരോ സ്ഥലത്ത് ഉപയോഗിച്ച് തീർന്ന പിന്നെ ബാത്റൂമുകളിലൊക്കെ ഉപയോഗിച്ച് തീർന്ന പിന്നെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാത്റൂം കഴുകുന്ന സാധനങ്ങളൊക്കെ ഫിനോയിലും അതും ഇതൊക്കെ ഉപയോഗിച്ച് ഹാർപ്പിക്ക് ഉപയോഗിച്ച് ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം പേസ്റ്റുകളൊക്കെ നെക്കി തീർന്നിട്ട് കാലി എല്ലാം അവിടെ കിടക്കുന്നു. ഉപയോഗിച്ചിട്ട് പിന്നെ അതെടുക്കാൻ പറ്റാത്ത വൃത്തികെട്ട ബ്രഷുകൾ അവിടെ കിടക്കുന്നു. വീട് മുഴുവൻ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, ഉപയോഗശൂന്യമായ പത്രങ്ങൾ, ബുക്കുകൾ, തുണികൾ, അനാവശ്യമായ പാത്രങ്ങൾ, പിന്നെ നമുക്കിപ്പോൾ ഈ സ്ലൈഡും അതും ഇതും ക്ലിപ്പുകളും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗശൂന്യമായതൊന്നും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കരുത്. എല്ലാം ഓരോരോ പാത്രങ്ങളിട്ട് സൂക്ഷിക്കുന്നത്. ഇതെല്ലാം പോസിറ്റീവ് എനർജി വരാൻ തടസ്സമാണ്. നെഗറ്റീവ് തന്നെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു അസ്വസ്ഥ വരും. നമ്മുടെ ഡൈനിങ് ടേബിളിലൊന്നും ഒന്നും കാണരുത്, ഒരു ഫ്ലവർ വൈസ് വല്ലോ കാണാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ജീവനുള്ള ചെടി, നല്ലൊരു മണി പ്ലാന്റ് വല്ലതും ഡൈനിങ് ടേബിളിൽ വെക്കാവുള്ളൂ. ബാക്കി നല്ല കുടിക്കുന്ന വെള്ളങ്ങൾ കുപ്പിയിലാക്കി ഡൈനിങ് ടേബിളിൽ വെക്കുക. അല്ലാത്ത ഒഴിഞ്ഞ പാത്രങ്ങളും പൂത്ത് കൊള്ളാത്ത കളയാൻ വെച്ചിരിക്കുന്ന അച്ചാറിൻ്റെ കുപ്പിയും അതും ഇതും ഒന്നും നമ്മുടെ ഡൈനിങ് ടേബിൾ കാണല്ലേ. നല്ല ഫ്രൂട്ട്സും അങ്ങനത്തെ അതൊക്കെ ഒരു ഐശ്വര്യമാണ്. ഇങ്ങനെ വീട് മൊത്തം നാനാഭാഗവും പരിപാലിച്ചെങ്കിൽ മാത്രം ആ വീട്ടിൽ ഐശ്വര്യത്തെ നമുക്കവിടെ ജീവിക്കണമെന്ന് തോന്നത്തുള്ളൂ. അതുപോലെ ഉപയോഗിച്ച് തലയെ തോർത്തൊക്കെ നമ്മുടെ ഹാളിലും അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയൽ, തോർത്തൊക്കെ 2 ദിവസം കൂടുമ്പോൾ വാഷിംഗ് മെഷീനിൽ കഴുകാനിടണം, അല്ലെങ്കിൽ നമ്മൾ കഴുകണം. അത് കഴുകാനായിട്ട് മാറ്റണം. എപ്പോഴും ഒരാഴ്ച ഒരു തോർത്തൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നെഗറ്റീവാണ്. അതെല്ലാം മറക്കാത്ത കാര്യം. ചിലർ തോർത്തൊക്കെ തലയിൽ കെട്ടിക്കൊണ്ട് വരുന്ന ചില വീഡിയോയിലൊക്കെ കാണാം, കൂറത്തോർത്തായിരിക്കും. അവരത് മറന്നുപോകും, പക്ഷെ നമ്മളത് നോട്ട് ചെയ്യും. ഞാൻ കമൻ്റൊന്നും ഇടത്തില്ല, അങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കൈ കാല് എപ്പോഴും നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് പറ്റും. നമ്മളെപ്പോഴും മാക്സിമം നന്നായിട്ട് ലിപ്സ്റ്റിക്കൊന്നും ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, നന്നായി ഒരുങ്ങി നല്ല വസ്ത്രമിട്ട് അഴുക്കില്ലാത്ത വസ്ത്രമിട്ടിരിക്കും. ഒരു ദിവസം 2 നേരം വസ്ത്രം മാറാൻ നിങ്ങൾ മറക്കരുത്. അങ്ങനെ ഇതൊന്നും ആർഭാടമല്ല, ഇതൊക്കെ ഒരാളുടെ വ്യക്തി ശുചിത്വവും പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ.
കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ആരും എന്തായാലും യൂട്യൂബില്ല, ഞാൻ മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇരിക്കേണ്ട സാധനം ഇരിക്കേണ്ട സ്ഥലത്ത്, കത്തി ഇരിക്കേണ്ട അടുത്ത് തന്നെ കത്തിയിരിക്കണം. ചെറിയ സ്പൂണുകൾ സാധനങ്ങൾ ഇടേണ്ട സ്ഥലത്ത് അതിരിക്കണം. തേയിലയും പഞ്ചസാരയും വെക്കുന്ന അവിടെ ഇരിക്കേണ്ട അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാകണം. എല്ലാം നമ്മൾ കിച്ചണിൽ നമ്മൾ എടുക്കുന്ന ടൗലുകളെല്ലാം ഒരു സ്ഥലത്ത് എപ്പോഴും കുറച്ച് കഴുകാനെടുത്ത് നമ്മൾ കുറച്ചവിടെ ഉണ്ടായിരിക്കണം. കിച്ചൺ ടൗലൊക്കെ കഴുകുമ്പോൾ നല്ല അഴുക്ക് പോകാൻ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ അതും എല്ലാം കൂടെ മുക്കി വെച്ചിട്ട് സോപ്പ് പൊടി ലിക്വിഡൊക്കെ മുക്കി വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നീറ്റായിട്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ എല്ലായിടത്തും ഒരു വൃത്തി പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകത്തുള്ളൂ ചക്രകളെ. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ദേഷ്യവും കോപം, എനിക്കിപ്പോൾ ഒരുപാട് പരിപാടിയിലൂടെ ഞാൻ കടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരും. എന്നാണ് ഞാൻ നിയന്ത്രിക്കുക. എന്നാൽ അമ്മൂനോട് പിന്നെ നമ്മുടെ ഒരു മെനപ്പോസ് ടൈമാണ്. നമുക്ക് ചില സമയം ഭയങ്കര സങ്കടം വരുന്നതിനെ, ചില സമയത്ത് ഭയങ്കര സന്തോഷം വരും. ഇത് നമ്മുടെ മൂഡ് സ്വിങ്സ് ആണ്. അത് വീട്ടിലുള്ളവർക്കൊന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം, അവരനുസരിച്ച് ആ ടോണിൽ നിൽക്കാൻ. ഹസ്ബൻഡായാലും മക്കളെ അവർ ചിലപ്പോൾ ഇത് മറന്നു. മെനപ്പോസ് ടൈമിൽ നമുക്ക് ദേഷ്യം, നമുക്ക് തന്നെ ഓർക്കും ആത്മഹത്യ ചെയ്തെന്താ, ജീവിച്ചിട്ട് മുന്നോട്ട് പോകണം. നമുക്കൊരു എനർജി നഷ്ടപ്പെട്ട പോലെയൊക്കെ തോന്നും. ധാരാളം വെള്ളം കുടിക്കുക, വൈറ്റമിൻസ് ടാബ്ലറ്റുകളൊക്കെ ഡോക്ടറോട് ചോദിച്ചു കഴിക്കുക. വൈറ്റമിൻ ഡി ഒക്കെ തീർച്ചയായിട്ടും, വൈറ്റമിൻ ഡി ഒമേഗ 3 ഒക്കെ കഴിക്കണം. അതൊക്കെ കഴിക്കാൻ നമുക്ക് സന്ധിവേദനകൾ, നമുക്ക് ഈ പ്രായത്തിൽ അതൊക്കെ ഉണ്ടാവും. സന്ധിവേദനകളൊക്കെ ഉണ്ടാകാതിരിക്കും, മുടി കൊഴിയാതിരിക്കും. നമുക്ക് നല്ല ചിന്തകൾ പോലും ചിലത് വരത്തില്ല. വൈറ്റമിൻ B12 ഒക്കെ ആണെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയാവും എന്നൊക്കെ പറഞ്ഞ സത്യം. നമുക്ക് നല്ല ചിന്തകൾ പോലും വരത്തില്ല. ഒരു എനർജി, എപ്പോഴും തളർച്ച, എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ അയൺ കുറഞ്ഞ പോലെയൊക്കെ, അങ്ങനെ ബ്ലീഡിങ് ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് അയണൊക്കെ കുറഞ്ഞു പോയിട്ട് നമുക്ക് തളർച്ച, ജോലി ചെയ്യാൻ വേണ്ടി വരും. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല, കുളിക്കാൻ തോന്നില്ല, അലക്കാൻ തോന്നില്ല, എല്ലാവരോടും ദേഷ്യം. ഇതൊക്കെ നമുക്ക് മെനപ്പോസ്, ഈ ബ്ലീഡിങ്, ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇഷ്ടംപോലെ വെള്ളം, ഭക്ഷണം, വൈറ്റമിൻ C, വൈറ്റമിൻ D, ഒമേഗ 3 ഇതൊക്കെ എപ്പോഴും കഴിക്കാൻ. നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇതിന് വേണ്ട, ചില ഡോക്ടർമാർ ഇതൊന്നും എഴുതി തരത്തില്ല, പറഞ്ഞ് ചോദിച്ച് മേടിച്ചോണം അതൊക്കെ കേട്ടോ. ഞാനങ്ങനെ, എനിക്കൊരു ജെയിംസ് സെബാസ്റ്റ്യൻ ഡോക്ടറുണ്ട്, MAJ ഹോസ്പിറ്റൽ ഡോക്ടറെ വീട്ടിൽ പോയി ഞാൻ കാണുന്നത്. ഡോക്ടർ സൂപ്പറാണ്. എനിക്കതെല്ലാം, എൻ്റെയും ബോബൻ്റെ ഷുഗർ ലെവലൊക്കെ വർഷങ്ങളായി. ഞങ്ങൾ ഡോക്ടറെ കാണാൻ 2017 കാണാൻ തുടങ്ങിയ ഡോക്ടറെ. ഇന്ന് വരെ ഞങ്ങൾക്ക് ഡോക്ടർ ഇടയ്ക്ക് ഞങ്ങളൊരു 3 മാസം കുടുംബം ചെക്കപ്പ് ചെയ്ത് കാണും. ഞങ്ങൾ അവിടെ ഗൾഫിലിരിക്കുമ്പോഴും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർക്ക് ഞങ്ങൾ ഈ റിസൾട്ട് ഇട്ട് കൊടുക്കും, ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരും, ഇവിടുന്ന് തന്നെ മരുന്ന് അങ്ങോട്ട് അയച്ചു തരും, എല്ലാം കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ നമുക്കൊരു സ്ഥിരം ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഫാമിലി ഡോക്ടറായിരിക്കും. അപ്പോൾ ഡോക്ടർക്ക് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഞാനൊക്കെ ജെയിംസ് ഡോക്ടർക്ക് ചെന്നിട്ട് ഡോക്ടർക്ക് നമ്മളെ നോക്കുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് അത് കുറവുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് കുറവുണ്ടോ, നീ അതൊന്ന് ചെക്ക് ചെയ്യുന്ന, മുടി ഉരുന്നുണ്ടാ, നിങ്ങൾക്ക് തളർച്ചയുണ്ട എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്താണ് കുറവെന്ന് ഡോക്ടർ കാണുന്നത്. അപ്പോൾ ഡോക്ടർ ഉടനെ ചെക്ക് ചെയ്യാൻ എഴുതി തരും. എന്നിട്ട് നമ്മളത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ മരുന്ന് എന്താണ് എടുക്കേണ്ടത് അത് നമ്മൾ എടുക്കും. അപ്പം തന്നെ അത് ശരിയാവും. അങ്ങനെ പിന്നെ നമ്മളെ സ്നേഹിക്കാൻ ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നമുക്ക് ആരെങ്കിലും മരുന്ന് മേടിച്ച് തരണം, നമുക്ക് ആരെങ്കിലും മരുന്ന് എടുത്ത് തരണം, നമുക്ക് ആരെങ്കിലും വെള്ളം എടുത്തു തരണം, നമ്മുടെ മരുമോള് ശ്രദ്ധിച്ചില്ല, നമ്മുടെ മകള് ശ്രദ്ധിച്ചില്ല, നമ്മുടെ മകൻ ശ്രദ്ധിച്ചില്ല, ഒന്നും പറയില്ല. നമ്മളെ ശ്രദ്ധിക്കണം. അപ്പം ഒരു പ്രശ്നവും ഇല്ല. നമ്മളെ കൊണ്ട് കഴിവുണ്ടാവുന്ന എല്ലാം ചെയ്യണം. ഒരിക്കലും പ്രായമായതുകൊണ്ട് ബാക്കിലോട്ട് മാറി നിൽക്കല്ലേ. നിങ്ങൾ അങ്ങനെ നിന്നാൽ നിങ്ങൾ പ്രായമായി പോകും. നമുക്ക് ജോലി ചെയ്യുന്നതിന് ചിലർ പറയും 60 വയസ്സ്, റിട്ടയർമെൻ്റ് ആണ്. എവിടെ റിട്ടയർമെൻറ്റ്? ചാകുമ്പോഴാണ് റിട്ടയർമെൻറ്റ് നമുക്ക് അങ്ങ് പോയി അനുഭവിക്കാം. ഒരിക്കൽ പോലും ചാകുന്നവരെ ജോലി എടുത്ത് ജീവിക്കണം. അല്ലാതെ നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ മാറിപ്പോയാൽ നമ്മൾ പിന്തള്ളപ്പെട്ട്, നമ്മൾ വയസ്സൻ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മുടെ ആക്ടിവിറ്റീസിനെയൊക്കെ നശിപ്പിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എനിക്ക് മരിക്കും വരെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. നിങ്ങൾ റിട്ടയർ ആയവരാണെങ്കിൽ വേറെങ്കിലും എന്തെങ്കിലും കുഞ്ഞു ബിസിനസ് ചെയ്യണം. ഒരിക്കലും വീട്ടിൽ പത്രവും വായിച്ച് TV കണ്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓരോ നിമിഷവും വളരെ വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ നശിപ്പിക്കരുത്. നമുക്ക് ഈശ്വരൻ ഇവിടെ തന്നിരിക്കുന്ന സമയം ഓരോ നിമിഷവും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തും എന്തെങ്കിലും സൽപ്രവർത്തികൾ ചെയ്തും, നിങ്ങൾക്ക് ഈ പണമുള്ളവരായിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ പോലും അതിൽ നിന്ന് 10 രൂപ ലാഭം കിട്ടിയാൽ എന്തെങ്കിലും ഒരു നന്മയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാമല്ലോ, എന്തെങ്കിലും ഒരു സഹായമാർക്കെങ്കിലും ചെയ്യാമല്ലോ. അതും ഈ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ചെയ്താൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടുകളാണ്. നമുക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കുമൊക്കെ അത് നമ്മൾ പറയുമല്ലോ, പൂർവികരായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുമെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്താനങ്ങൾക്കോ അല്ലെ നമ്മുടെ തലമുറകൾക്കോ ആ നന്മ അനുഭവിക്കാൻ പറ്റും. നമ്മളങ്ങനെ അവർക്ക് റോൾ മോഡലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മക്കളും ഭാവിയിൽ അങ്ങനെ, ഇപ്പം എൻ്റെ മക്കൾ 2 പേരും ഇച്ചിരി ഉഴപ്പികളാണ്. ഭാവിയിൽ അവർ എന്നെ കണ്ടല്ലേ വരുന്നത്. അപ്പം ഞങ്ങളുടെ അമ്മ അങ്ങനെ സമയമൊന്നും കളഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അമ്മയ്ക്ക് സമയത്തിൻ്റെ വില അറിയാം. ഞങ്ങളുടെ അമ്മ വെറുതെ ഇരുന്നിട്ടില്ല. ഞങ്ങളും അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവരെന്നെ കണ്ട് വളരുകയാണ്. അപ്പം എന്നെ കണ്ട് വളർന്നതിൻ്റെ ചെറുതിലേ മുതലേ അവർ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറിയത് കൊണ്ട് അവരെന്തെന്നറിയാമോ, കൃത്യമായി ഒരു അടുക്കും ചിട്ടയുള്ള പിള്ളേരാണ്.
എനിക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അവരെ അടിച്ച് ഒരു സ്ഥലത്ത് നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഒരു കംപ്ലൈൻറ്റും പറയത്തില്ല. എല്ലാം നീറ്റായിട്ട് നല്ല ഭക്ഷണം പാകം ചെയ്യാനറിയാം, നന്നായിട്ട് പെരുമാറാനറിയാം, വീട് വൃത്തിയാക്കി വെക്കാനറിയാം, നന്നായിട്ട് പഠിക്കുമായിരുന്നു, എല്ലാ കാര്യത്തിലും നല്ലതാണ്. രണ്ടുപേരും മറ്റവൾക്ക് ജോലിക്ക് പോകേണ്ട, അവിടെ ഹസ്ബൻഡ് നല്ലതായതുകൊണ്ട് ജോലിക്ക് പോകേണ്ടെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ പുന്നാരിച്ച് ഞാൻ ജോലിക്ക് വിടാഞ്ഞിട്ടാണ്, ഇവിടെ അതിന് മാത്രം പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലിക്ക് വിടും. ഇവിടെ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള, അപ്പോൾ പുറത്ത് പോയി 10,000-15,000 20,000 രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ അവളെ ജോലിക്ക് ഇട്ട്. ഇവിടെ വേറെ കാര്യങ്ങൾ അവൾ ചെയ്തു തരുന്നു, അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് അവരും നല്ലൊരു മേഖലയിലേക്ക് പിൽക്കാലത്ത് മാറും. മനസ്സിലായി? ഒരിക്കലും വാർദ്ധക്യമാണ് നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ എന്ന് പറയുന്നവരിൽ നിന്ന് മാറുക. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ അതിനനുകൂലമാകരുത്. ആയാൽ നമ്മൾ വയസ്സായി, നമുക്ക് അപ്പം ശരീരം വേദന, അവിടെ വേദന, ഇവിടെ വേദന, എവിടെയെങ്കിലും കിടക്കാൻ തോന്നും, ഇങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ ഒന്നും ആർക്കും തോന്നരുത്. നല്ല പ്രാർത്ഥന അതിരാവിലെ എഴുന്നേൽക്കുക, നന്നായി പ്രാർത്ഥിക്കുക, വീടെല്ലാം വൃത്തിയാക്കി വെക്കുക, നമ്മുടെ വസ്ത്രങ്ങളെല്ലാം അടുക്കി വെക്കുക, നമ്മൾ കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കുക, പോഷകമായിട്ട് കഴിക്കേണ്ട വൈറ്റമിൻസ് ടാബ്ലറ്റുകളൊക്കെ എടുക്കുക. കാരണം നമ്മളൊരു 10-45 വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ തീരും. പിന്നെ നമ്മൾ സ്വന്തം ഇത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. കഴിക്കുന്ന ഭക്ഷണങ്ങൾ അനാവശ്യമായി ചോറ് കഴിക്കരുത്. ഈ പറഞ്ഞ ഞാനൊന്നും ചോറൊക്കെ കഴിക്കുന്നത്, ഇപ്പം ചോറൊക്കെ ഞാൻ കഴിക്കും, പക്ഷേ ഇച്ചിരി കഴിക്കത്തുള്ളൂ, മുൻപ് കഴിക്കുന്ന പോലെ കഴിക്കത്തില്ല. ഞാൻ രാത്രിയിലൊക്കെ ചില ദിവസങ്ങളിൽ ചോറുണ്ടായിരുന്നു. ആദ്യമായി വിശന്നാൽ ചിലപ്പോൾ വേറെ വിശപ്പായിരിക്കും, അപ്പം ചോറിനാറുണ്ട്, ഇവരെന്നെ കളിയാക്കുന്നതിന്. പക്ഷേ എങ്കിൽ ഞാനൊരു ഇച്ചിരി കഴിക്കുന്നുള്ളൂ ചക്കരകളെ, മനസ്സിലായോ? മറ്റ് നല്ല ഫുഡുകളാണ് കഴിക്കാൻ നോക്കുന്നത്, മനസ്സിലായോ? എനിക്ക് ഗോതമ്പൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറില്ലെങ്കിലും വേണ്ട, ഇച്ചിരി പുട്ടുമ്പോഴും കിട്ടിയാൽ മതി, ഞാൻ സംതൃപ്തയാണ്. അത് ഡെയിലി തന്നാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ശരീരത്തിന് ഗുണം ഉള്ളതാണെന്നുണ്ടെങ്കിൽ കഴിക്കുക. ചോറൊക്കെ എപ്പോഴും കഴിച്ചാൽ ഓവർ വണ്ണം അല്ലെങ്കിൽ ഷുഗർ കൂടലൊക്കെ, പിന്നെ മനസ്സിൽ അനാവശ്യ ചിന്തകളൊന്നും, എന്ത് പ്രശ്നം വന്നാലും ഞാനിതിനെ നേരിടുന്നൊരു മൈൻഡ് സെറ്റാക്കി വെക്കണം. എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഒരു പണിയും വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളുണ്ടാകും. നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മോശം അവസ്ഥ വരും. അതുകൊണ്ട് മനസ്സാണ് നമ്മുടെ ശരീരത്തിന് ശക്തി നൽകുന്നത്. ആദ്യം മനസ്സിനെയാണ് ധൈര്യം കൊടുത്ത് നിർത്തേണ്ടത്. നല്ല ഉന്മേഷത്തോടെ മനസ്സ് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇടയ്ക്ക് ഒരു കരിക്കൊക്കെ മേടിച്ച് 1-2 ദിവസം കൂടുമ്പോൾ കരിക്കൊക്കെ മേടിച്ച് കഴിക്കാൻ മറക്കല്ലേ. ഡെയിലി ഒരു ഏത്തപ്പഴം നമ്മുടെ ശരീരത്ത് കൃത്യമായിട്ട് നമുക്കൊരു ഏത്തപ്പഴം വേണം. നമ്മൾ വയസ്സായിരിക്കുന്ന ഹാർട്ട് അറ്റാക്കൊക്കെ തടയുമെന്നാണ് പറയുന്നത്. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. ഏത്തപ്പഴം ആരോഗ്യത്തിൽ അത്യുത്തമമായൊരു സംഭവം. ഷുഗർ ഉള്ളവർ ഇച്ചിരി മധുരം അതായത് ഇച്ചിരി പഴുപ്പ് കുറഞ്ഞത് കഴിക്കുക, അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഏത്തപ്പഴം ഡെയിലി ഒരെണ്ണം നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കണം. ആരോഗ്യം നമ്മൾ നോക്കണം. ഇനിയാണ് നമ്മൾ ആരോഗ്യമൊക്കെ നോക്കേണ്ടത്. ഇത്രയും പ്രായത്തിൽ ഓടിയിടുന്ന പോലെയല്ല. ഇനി നമ്മൾ ആരോഗ്യം നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫുഡും കഴിച്ച്, നല്ല മനസ്സിൽ ചിന്തകളും കൊടുത്ത്, നല്ല ഭക്തിപൂർവ്വം നല്ല രീതിയിൽ അങ്ങോട്ട്, നല്ല മക്കൾക്കൊന്നും ഒരു ഭാരമാകാതെ, അവരുടെ കാര്യങ്ങളൊന്നും അനാവശ്യമായി ഇടപെടാതെ, അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ, അവർ ആരുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ, നമ്മളുടെ വല്ല കുറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കണം എല്ലാവരും, കേട്ടോ? ഓക്കെ, ടാറ്റാ ബൈ ബൈ. ചോറും കറിയൊക്കെ അമ്മ എല്ലാം വെച്ചിട്ടുണ്ട്, കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഓക്കെ.